ദിവസമാണ്. ലോക മാധ്യമങ്ങൾ നമ്മൾ നോക്കിയാൽ അങ്ങനെ തന്നെയാണ് ലോക മാധ്യമങ്ങളെല്ലാം കവർ ചെയ്യുന്നത്. പാകിസ്ഥാൻ ഇതിനെതിരെ ഒരുപാട് ഫേക്ക് നറേറ്റീവ്സ് പടച്ചുവിടുന്നുണ്ട്. പലതും പച്ച കളങ്ങളാണ്. പഴയ ഫോട്ടോകളൊക്കെ വെച്ച് ഇന്ത്യയുടെ പ്ലെയിനുകൾ താത്തിട്ടു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ കള്ളമാണ്. അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിശക്തമായ രീതിയിൽ പാകിസ്ഥാനിൽ 24 സ്ട്രൈക്കുകൾ, 9 ടെറർ ക്യാമ്പുകൾ, 70 ആൾക്കാർ മരിച്ച രീതിയിൽ അതിശക്തമായ ഇന്ത്യൻ തിരിച്ചടിയും പ്രത്യാക്രമണവും ഉണ്ടായി. ആ അവസരത്തിൽ നമ്മുടെ ആർമി നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ആർമി എത്രമാത്രം ബാലൻസ്ഡ് ആയിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത്. ആർമി എടുത്തെടുത്ത് പറയുകയുണ്ടായി, ഞങ്ങൾക്ക് സിവിലിയൻസ് യാതൊരു കാരണവശാലും സാധാരണക്കാരായ ആൾക്കാർക്ക് മരണം ഉണ്ടാക്കാൻ താല്പര്യമില്ല. എന്തിന്? പാകിസ്ഥാനി സൈന്യത്തെ പോലും മിലിറ്ററി ഫെസിലിറ്റീസിൽ പോലും ആക്രമിക്കുന്നില്ല. ഈ അവസരത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് 2 വനിതകളാണ്. ഒന്ന് കേണൽ സോഫിയ ഖുറേഷിയാണ്. 2 വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആണ്. വളരെ ആർമി ഇവരെ പ്രസന്റ് ചെയ്തു പോലും എത്രമാത്രം ആലോചിച്ചായിരിക്കും എന്ന് ഓർക്കുക. സോഫിയ ഖുറേഷി, അവരുടെ പേരുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരൊരു മുസ്ലിം വനിതയാണെന്നാണ്. വ്യോമിക സിംഗിന്റെ പേരുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരൊരു ഹിന്ദു സഹോദരിയാണെന്നാണ്. സോഫിയ ഖുറേഷിയുടെ ഹസ്ബൻഡ് അവരും ഇന്ത്യൻ ആർമിയിലെ ഒരു മേജറാണ്. അച്ഛൻ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു ആത്മീയ മത ഉപദേഷ്ടാവായിട്ടൊക്കെയാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. ഇവരുടെ മുത്തശ്ശനും ഇന്ത്യൻ ആർമിയിൽ തന്നെ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പൊ സോഫിയ ഖുറേഷിയെ വെച്ച് ആർമിയുടെ സ്റ്റാൻഡും വ്യോമിക സിംഗിനെ വെച്ച് എയർഫോഴ്സിന്റെ സ്റ്റാൻഡും പറയുകയുണ്ടായി. അതോടൊപ്പം എടുത്തെടുത്ത് നമ്മൾ പറയുകയുണ്ടായി, പാകിസ്ഥാനിന് ഏറ്റവും റെസ്ട്രെയിൻറ്റോടു കൂടിയാണ് നമ്മൾ ആക്രമിച്ചത്. പോകുന്ന വഴി കുറച്ച് മിലിറ്ററിക്കാരെ കൂടെ ആക്രമിക്കാം എന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം തീവ്രവാദികളാണ് നമ്മളെ ആക്രമിച്ചത്. ആ തീവ്രവാദികൾക്ക് കൃത്യമായി രാജ്നാഥ് സിംഗ് ജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്യാരിഡ് ഔട്ട് വിത്ത് പ്രിസിഷൻ, കോഷൻ, സെൻസിറ്റിവിറ്റി. ഈ 3 കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ കാടടച്ച് നാട്ടിലുള്ള മുസ്ലിങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് പറയുന്ന രീതിയിലുള്ള ഗോഡ്സേവാദികൾ പറയുന്നതല്ല നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റോ ആർമിയോ ചെയ്യുന്നത് എന്നുള്ളതിന്റെ വളരെ ശക്തമായ ഒരു കാര്യമാണ് ഇന്ത്യ ചെയ്തത്. അതിൽ ബാലൻസ് തന്നെയുണ്ട്. ആ ബാലൻസ് ആണ് ഇന്ത്യൻ ആർമി പോലും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ത്യൻ ആർമി എല്ലാ മതങ്ങളെയും, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ജൂതനെയും ബൗദ്ധനെയും സിഖിനെയും അടക്കം എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ആർമിയാണ്. അതിശക്തമായ പോരാട്ടമായിരുന്നു. ഇന്ത്യൻ ആർമി അവരുടെ പ്രവൃത്തിയിലൂടെ തന്നെ ആ ബാലൻസ് തെളിയിച്ചു, ആ സന്തുലനം തെളിയിച്ചു. ഒരു തീവ്രതയ്ക്കും അവർ വഴങ്ങിയില്ല എന്നുള്ളതും പാകിസ്ഥാന്റെ ഉള്ളിൽ പോലും നമ്മൾ ആ സെൻസിറ്റിവിറ്റി കാണിച്ചു എന്നുള്ളതുമാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നന്മ. ഇന്ത്യ എന്ന രാജ്യത്തിൽ നമുക്ക് കണ്ടുപഠിക്കാനുള്ള കാര്യങ്ങൾ. ആ കണ്ടുപഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആകട്ടെ. കൂടുതൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഡീറ്റെയിൽസ് വരുന്നു. പക്ഷേ ഇന്ത്യൻ ആർമി നടത്തിയത് വളരെ സെൻസിറ്റീവായ, കോഷ്യസ് ആയ, ഇതൊരു പൂർണ്ണമായ യുദ്ധമായി മാറരുത് എന്ന് ആഗ്രഹിക്കുന്ന, ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന വളരെ പ്രിസൈസ് ആയ ഒരു നീക്കമായിരുന്നു. ആ നീക്കത്തിന്റെ മനോഹാരിത, കാൽക്കുലേഷൻ, അതിന്റെ സെൻസിറ്റിവിറ്റി നമുക്ക് കാണാൻ കഴിയട്ടെ. അതോടൊപ്പം കേണൽ സോഫിയ ഖുറേഷിക്കും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനും ഒരു വലിയ പ്രണാമവും സല്യൂട്ടും അർപ്പിക്കും. നിങ്ങളെ പോലുള്ളവരാണ് ഈ രാജ്യത്തിന്റെ അഭിമാനം. നമ്മുടെ വനിതകൾ നമ്മളെ അങ്ങനെ മുമ്പിൽ നിന്ന് നയിക്കുന്നത്, എല്ലാ സമൂഹത്തിൽ നിന്നുള്ള വനിതകളും മുമ്പിൽ നിന്ന് നയിക്കുന്നത് നമുക്ക് ആനന്ദമാണ്. ആ മിലിറ്ററിയുടെ മതസൗഹാർദ്ദത്തിന്റെ അല്ലെങ്കിൽ സാമുദായിക യോജിപ്പിന്റെ, എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ചിന്തയുടെ, ഇന്ത്യ എല്ലാവരുടെയും ആണെന്നുള്ള ചിന്ത വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നത് വളരെ സ്വാഗതാർഹവുമാണ്. ഇതൊക്കെ എത്രമാത്രം ആലോചിച്ചിട്ടായിരിക്കും തീരുമാനിച്ചതെന്ന് നമുക്കറിയാം. ആർമി അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യുമ്പോഴും അവർ എഴുതുന്ന വാചകങ്ങളും ഒക്കെ എത്രയോ മണിക്കൂറുകളോളം റിഹേഴ്സൽ എടുത്ത്, അതിനെ മുൻ ഒരുക്കങ്ങൾ എടുത്ത്, എത്രയോ പേരുടെ പെർമിഷൻ എടുത്തൊക്കെ ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ഇന്ത്യൻ ആർമി കാണിക്കുന്ന ആ മാതൃകയിൽ നമുക്ക് പോകാൻ കഴിയട്ടെ. അതാണ് ഇന്ത്യയുടെ മഹത്വം. ആ ഇന്ത്യൻ ആർമിക്ക് പ്രണാമം.